നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളത്തിലെ ദൃശ്യ മാധ്യമങ്ങളുടെ നിലപാട് അല്ലെങ്കിൽ ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ പെരുമാറ്റം അത് പലപ്പോഴും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പല പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മാപ്ര എന്ന വിളി കേൾക്കേണ്ടി വരുന്ന ഇടത്തേക്ക് എത്തിച്ചതും ചില മാധ്യമ പ്രവർത്തകരുടെ വഴിവിട്ട പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഒരു പൊതുജന മധ്യത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നത് അറിയാത്ത തരത്തിലുള്ള പെരുമാറ്റം പലപ്പോഴും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനു ശേഷമാണ് ജനങ്ങൾക്ക് പൊതുവിൽ ഈ ദൃശ്യമാധ്യമ പ്രവർത്തകരോട് യാതൊരു വിലയും ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. ഞാനൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് ദൃശ്യമാധ്യമ പ്രവർത്തകനായി പലയിടങ്ങളിലും പലരുടെയും പ്രതികരണങ്ങൾ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ പ്രതികരണം അല്ലെങ്കിൽ തേടുമ്പോൾ പ്രതികരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി എന്ന തരത്തിൽ മുതിർന്ന ആളുകളുമായി സംസാരിച്ച് ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് പോന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ മാധ്യമ പ്രവർത്തക മേഖലയിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയിലെ ആളുകൾ അത്തരത്തിൽ യാതൊരുവിധ പൊതുബോധവുമില്ലാതെയാണ് പ്രതികരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ കണ്ണിലേക്ക് മൈക്ക് കുത്തിക്കയറ്റിയ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചാണ്. അതായത് തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങി വരുന്ന മോഹൻലാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിലാണ് മാധ്യമ പട അവരുടെ മൈക്ക് കുത്തിക്കയറ്റി പ്രതികരണം ആരാഞ്ഞത്. പ്രതികരണം വേണ്ട വിഷയം അദ്ദേഹത്തിൻ്റെ മകൾ വിസ്മയ പുതിയ ചിത്രത്തിൽ അഭിനയിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടാണ്. അത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം വന്നത്. വിസ്മയ മോഹൻലാൽ ആശീർവാദിൻ്റെ ചിത്രത്തിൽ, പുതിയ ചിത്രത്തിൽ അഭിനയിക്കുന്നു. ജൂഡ് ആന്റണിയാണ് സംവിധാനം ചെയ്യുന്നത്. തുടക്കം എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ഇതിൽ ഒരു പ്രതികരണമാണ് മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത് മാധ്യമ പ്രവർത്തകർക്ക്. അത് അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയാം. ആ രീതിയിൽ പ്രതികരണം ഒരു ചാനലിന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചാനലിൽ അത് വന്നിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള ചീത്ത വിളിയൊക്കെ കേൾക്കേണ്ടി വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ പ്രതികരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒരാളുടെ പിന്നാലെ നടന്ന് വീണ്ടും വീണ്ടും മൈക്ക് കുത്തിക്കയറ്റി ഒടുവിൽ നമ്മുടെ മോഹൻലാലിൻ്റെ കണ്ണിലേക്ക് 24 ന്യൂസിൻ്റെ മൈക്ക് തട്ടി. അദ്ദേഹം കാറിൽ കയറുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം. പുറത്തേക്ക് ഇറങ്ങി എന്താണ് മോനെ കളിക്കുന്നത് എന്ന തരത്തിൽ, അത് തെറ്റായിപ്പോയ കാര്യമാണല്ലോ അല്ലെങ്കിൽ തെറ്റാണല്ലോ താൻ ചെയ്തത് എന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇത് വലിയ വാർത്തയാക്കി മാറ്റി നമ്മുടെ മാധ്യമങ്ങൾ എന്നതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. മോഹൻലാൽ മാധ്യമ പ്രവർത്തകരോട് കയർത്ത് സംസാരിച്ചു എന്ന തരത്തിലാണ് പിന്നീട് വാർത്തകൾ ഉണ്ടാക്കിയത്. അതായത് ഒരാൾക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് വിട്ടുകളയുക എന്നതാണ് മാന്യത. അല്ലാതെ സാധാരണ ഏതൊരു മനുഷ്യനുമുള്ള ഒരു അത്തരം സ്വാതന്ത്ര്യം മാത്രമേ മാധ്യമ പ്രവർത്തകർക്കുമുള്ളൂ. അമിത സ്വാതന്ത്ര്യമൊന്നും നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടില്ല മാധ്യമ പ്രവർത്തകർക്ക്. അത് ഈ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി പ്രതികരിക്കുക അല്ലെങ്കിൽ പെരുമാറുക എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മോഹൻലാൽ ഇത്തരത്തിൽ പ്രതികരിച്ചു. അത് മോഹൻലാൽ മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിച്ചു എന്ന തരത്തിൽ പിന്നീട് വാർത്തകൾ വന്നു. സത്യാവസ്ഥ എന്താണെന്ന് ആ ദൃശ്യങ്ങൾ കണ്ട ആളുകൾക്ക് അറിയാം. ഒരാളുടെ അണ്ണാക്കിലേക്ക് മൈക്ക് കുത്തിക്കയറ്റി പ്രതികരണം വേണം അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികരണം ഛർദ്ദിച്ചേ മതിയാവൂ എന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം എന്തായാലും വൃത്തികേടാണ്. നേരത്തെ നമുക്കറിയാം സുരേഷ് ഗോപി തള്ളിമാറ്റി മാധ്യമപ്രവർത്തകരെ എന്നൊക്കെ തരത്തിൽ വാർത്തകൾ നൽകിയതും ഇത്തരത്തിലുള്ള ആളുകളാണ്. ഒരാൾക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരുടെ പ്രതികരണം തേടാതെ പോവുക. പ്രതികരിക്കാൻ അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതികരണം നമുക്ക് നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം വന്ന് സംസാരിക്കും എന്നതും യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെയുള്ള ആള് വളരെ സൗമ്യമായിട്ടാണ് മാധ്യമ പ്രവർത്തകരോടൊക്കെ തന്നെ പെരുമാറാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അങ്ങനെയല്ല. അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ച് അദ്ദേഹത്തെ ശരീരത്തിലേക്ക് മൈക്ക് കുത്തിക്കയറ്റി കഴിഞ്ഞാൽ ആരായാലും ഇങ്ങനെ അദ്ദേഹം ദേഷ്യപ്പെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സൗമ്യമായി തന്നെയാണ് അദ്ദേഹം പെരുമാറിയത്. പക്ഷേ ഈ ഒരു സംസ്കാരം നമ്മൾ മാറ്റേണ്ടതാണ് എന്നതാണ് യാഥാർത്ഥ്യവും. അത് ഇനി തുടരും എന്ന തരത്തിലേക്ക് മാധ്യമ പ്രവർത്തകർ പോയാൽ അത് പൊതുജനങ്ങൾ മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തും എന്നതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്.